അപ്പൊ അഞ്ജന ഒരു പാട്ടും കൂടെ ആയാലും അഞ്ജനയുടെ ആ പാട്ട് ഒരു അയ്യപ്പൻ പാട്ടേ വന്നുള്ളൂ ഇതുവരെ. ഇവിടെ 2 കവിതകൾ കഴിഞ്ഞു. അല്ല, ശ്രീയേട്ടന് മുമ്പേ ഇരുന്ന് പാടാൻ പേടിയാ. എന്നോടെന്തിനീ പിണക്കം, എന്നും എന്തിനാണെന്നോട് പരിഭവം, ഒരുപാടു നാളായി കാത്തിരുന്നു, ഇന്നൊരു നോക്കു കാണാൻ വന്നില്ല. ചന്ദനത്തെന്നലും പൂനിലാവും എൻ്റെ കരളിൻ്റെ നൊമ്പരം ചൊല്ലിയില്ലേ. എന്നോടെന്തിനീ പിണക്കം, എന്നും എന്തിനാണെന്നോട് പരിഭവം. എന്തിനാ പയ്യൻസ്, എന്തിനാണ് ഇവരോട് പിണക്കം? അല്ല, കാര്യം പറ, എന്തിനാ പിണങ്ങുന്നത്? അങ്ങനെ വല്ലതും പിണങ്ങിയിട്ടുണ്ടോ? ഒരു കാര്യമില്ല. ഇല്ല. നല്ല ഇത് ആരെ ഉദ്ദേശിച്ച് പാടിയതാ? അങ്ങനെയൊന്നുമില്ല, അപ്പ വന്ന പാട്ട് പാടി. ഇപ്പൊ ശ്രീയേട്ടന് മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ട് പാട്ട് നിർത്തിന്ന്? ആലോചിക്കണം, ആരെയോ ഉദ്ദേശിച്ചാണ് ഇത് തേച്ചിട്ട് പോയ ആരെങ്കിലും. ഒരു ഉഗ്രം തേപ്പ് കിട്ടിയതാ, കല്യാണമൊക്കെ ഉറപ്പിച്ചതാ, പക്ഷെ അത് തേച്ചു. എന്തോ നക്ഷത്രം? തിരുവാതിര. ശംഭോ മഹാദേവ. അതെ. അതെ, അത് ശരി. പക്ഷെ പുള്ളിയുടെ കുറെ കച്ചറ സ്വഭാവം ഒക്കെ ഉണ്ട്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് മുക്കണ്ണുണ്ടോ? ഇല്ലല്ലോ. മുക്കണ്ണുണ്ടെ പേടിച്ചാൽ മതി. കാരണം വേറൊന്നുമല്ല, ദേഷ്യം വന്നു കഴിഞ്ഞാൽ തീ വരും. പഴയ പടങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ? അത് ഞാൻ ഇടയ്ക്ക് പറയും, എറണാകുളത്തപ്പൻ്റെ അടുത്ത് പോവോ, ഭഗവാനെ നിങ്ങളുടെ ആ കച്ചറ സ്വഭാവം മാത്രം ഒന്ന് മാറ്റി തരുമോ? പക്ഷെ അതും സഹിക്കാം. ഭർത്താവിന്റെ നെഞ്ചത്ത് കയറി താണ്ഡവം ആടരുത്. അല്ലേ? എന്ത് പറയുന്നു? തീർച്ചയായിട്ടും. അനുഭവം ഉണ്ടോ? എനിക്കാണോ? അത് സാധ്യത കുറവാ. ചേച്ചി ഭയങ്കര സൈലന്റ്. തെലുങ്ക് താണ്ഡവം അതെനിക്കറിഞ്ഞൂടാ. അല്ല, തെലുങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കല്യാണം കഴിച്ചു പോകുന്ന ഇപ്പൊ തെലുങ്ക് സംസാരിക്കാനുള്ള അവസരമില്ലല്ലോ. അപ്പൊ വീട്ടില് ചിലപ്പോഴീ പെണ്ണുങ്ങളും ഒക്കെ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ ഉള്ള പിച്ചക്കാര് വരുവേ, അവരെ വിളിച്ചിരുത്തി തെലുങ്ക് സംസാരിക്കും. സന്തോഷം. എന്നിട്ട് അവരാ വീടിനകത്തുള്ള എല്ലാം അടിച്ചോണ്ട് പോവുകയും ചെയ്യും. ചേച്ചിക്ക് മലയാളം കോമഡി ഒക്കെ മനസ്സിലാവോ? ആദ്യമൊന്നും വലുതായിട്ട് കത്തത്തില്ലായിരുന്നു. അല്ല, പിന്നെ എങ്ങനെ നിങ്ങൾ ഒട്ടി? ഇപ്പോഴും കത്തത്തില്ല. ഞങ്ങള് ഒരുമിച്ച് പഠിച്ചിരുന്ന ബി.എഡ് അഴിയട്ടെ. എനിക്കറിയില്ലായിരുന്നു. ബാംഗ്ലൂരില്. അപ്പൊ പിന്നെ നമുക്ക് ആംഗ്യം മതിയല്ലോ. പിന്നെ നമ്മൾ സംസാരമൊന്നും വേണ്ട. മലയാളി തന്നെ സാർ, മലയാളി ഇപ്പൊ വൈക്കത്തുള്ള വൈക്കമാണ്. മലയാളിയാണ്, എന്നാലും അവിടെ ജനിച്ചു വളരുമ്പോഴത്തേക്ക് മലയാളമായിട്ട് ഇത്തിരി ഒരു ചേരൻ അന്ന്